ഹായ് ഹലോ, തനിനാടൻ ഫിറ്റ്നസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ടേ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് കുറച്ച് വ്യൂസൊക്കെ ഉള്ളൂ. അതിൽ കൂടുതലും വ്യൂസ് ഞാൻ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിലപ്പം ആദ്യമേ ഭയങ്കര ഫ്ലോപ്പായിരിക്കും, പിന്നെ ചിലപ്പോൾ കയറി വരും. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയെക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു വലിയൊരു മോട്ടിവേഷനാണ്. എന്നോട് പറയും, അപ്പം നിനക്കിത് പിന്നെ എന്താ ഒരു പ്ലാറ്റ്ഫോമിലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടൂടെ. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്കല്ലാതെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു മോട്ടിവേഷനായിട്ട് അവർക്ക് ഈ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഒബീസിറ്റി ഉള്ളവരാണ്. അവരെല്ലാവരും നല്ലവണ്ണം ഇപ്പം ഒരു 70 കിലോയിൽ കൂടുതലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അങ്ങനെയായിരിക്കും. 70 കിലോ ഒക്കെ വെറും ലോ റേഞ്ചാണ്, അതിൽ കൂടുതലായിരിക്കും. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക് വരെ 70 കിലോ ഒക്കെ കാണും. അപ്പം ആ സാഹചര്യം എങ്ങനെയാണ് വന്നത്, നമ്മൾ കഴിച്ചാണ് വന്നതെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ആ ഒരു നമ്മുടെ കഴിപ്പിലൂടെ മാത്രമല്ല, ലൈഫ് സ്റ്റൈലിൻ്റെ രീതിയിലൂടെയും ആ ഒരു ചേഞ്ച് നമുക്ക് വരും. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്തായാലും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ലൈഫ് സ്റ്റൈൽ എന്തായാലും മാറ്റാൻ പറ്റില്ല. ആ ലൈഫ് സ്റ്റൈലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വെയിറ്റ് കുറച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ എല്ലാ ഫുഡും കഴിക്കുമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ ഞാൻ ഈ ഒരു പിന്നെ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ എല്ലാ ഫുഡും കഴിക്കുമായിരുന്നു. ഇൻക്ലൂഡായിട്ട് ഞാൻ നമ്മുടെ കേരള പൊറോട്ട കഴിക്കുമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊക്കെ ഞാൻ പറയും, മാസത്തിലൊരിക്കൽ ഞാൻ പൊറോട്ട കഴിക്കുന്നു. പക്ഷേ ചിലപ്പം പക്ഷേ ഞാൻ എന്നൊന്നും കഴിക്കത്തില്ല. ആഴ്ചയിലോ വല്ലപ്പോഴും നമുക്കൊരാഗ്രഹം തോന്നുമ്പോഴും അതൊക്കെ കഴിക്കും. അത് ഞാൻ അങ്ങനെ കഴിക്കുമായിരുന്നു. ഐസ്ക്രീം കഴിക്കുമായിരുന്നു. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു ലിമിറ്റുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ ഒരു മാസം അല്ലെ ഒരു മാസം നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഇന്നത് കഴിച്ചാൽ ഇതാണ്, ഇന്നത് കഴിച്ചാൽ ഇതാണെന്നൊക്കെ നമുക്ക് തോന്നി, നമുക്ക് മനസ്സിലാവും. ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒബീസിറ്റി ആവത്തില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാനും കഴിയും. ഈ ഒരു തോട്ട് അതാണ്. അപ്പോൾ ഞാൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.